ഇപ്പോൾ ടൈം കറക്റ്റ് ഒരു 9:45 ആയിട്ടുണ്ടാവും. നമ്മളിതേ കളമശ്ശേരി മെട്രോ സ്റ്റേഷനിൽ നിന്ന് എറണാകുളം സൗത്തിലേക്ക് 2 ടിക്കറ്റും എടുത്ത് പോവാണ് കേട്ടോ. എന്തിനാണ് പോകുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഒബ്വിയസ്ലി നമ്മൾ നാട്ടിലേക്ക് പോവാണ്. നമുക്ക് 1:20 എറണാകുളം സൗത്തിൽ നിന്ന് ട്രെയിൻ ഉള്ളത്. പക്ഷേ നമുക്ക് ലാസ്റ്റ് മെട്രോയിൽ കയറിയാലേ നമുക്ക് എത്താൻ പറ്റും. പിന്നെ ബസ്സൊക്കെ പിടിച്ച് പോകുന്ന ടാസ്ക് ആയതുകൊണ്ട് ലാസ്റ്റ് മെട്രോയ്ക്ക് കയറി അവിടെ പോയി വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് സൗത്തിലെത്തി ഒരു കോഫിയൊക്കെ കുടിച്ച് നേരെ ടിക്കറ്റും എടുത്ത് റെയിൽവേ സ്റ്റേഷനകത്ത് പോയി. എവിടെ ഇറങ്ങിയാലും നല്ല ഐശ്വര്യമുള്ള ആൾക്കാരായതുകൊണ്ട് എപ്പോഴും മഴയായിരിക്കും കേട്ടോ. അങ്ങനെ മഴയും കൊതുകോടിയൊക്കെ കൊണ്ട് ഏകദേശം 2-2.5 മണിക്കൂർ അവിടെ ഇരുന്നപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നിരിക്കുകയാണ് കേട്ടോ. അത്രയ്ക്ക് തിരക്കൊന്നും ഇല്ലായിരുന്നു. കയറാൻ ടൈമിൽ നല്ല റഷ് ഉണ്ടായിരുന്നെങ്കിലും അകത്ത് കയറിയപ്പോൾ നമുക്ക് സീറ്റ് കിട്ടി. പിന്നെ വേറെ ശല്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മളൊരു 3:30-3:45 കഴിഞ്ഞപ്പോൾ കൊല്ലം എത്തിയിരിക്കുകയാണ്. എന്നിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. കാരണം 5:30 കഴിഞ്ഞിട്ടേ നമുക്ക് അവിടെ നിന്ന് ബസ് ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ 5:30 വരെ അവിടെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് കൊല്ലത്ത് നിന്ന് നമ്മൾ ബസ്സിൽ കയറി. നമുക്ക് ആറ്റിങ്ങലാണ് പോകേണ്ടത്. അവിടെ നിന്ന് ഡയറക്റ്റ് ബസ് ഉണ്ടാവും. അങ്ങനെ ആറ്റിങ്ങിൽ ഇറങ്ങി ഒരു 6:30 ആയപ്പോൾ ആറ്റിങ്ങിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് പിന്നെയും പോകാനുണ്ട് കേട്ടോ, ഒരു ബസ് കൂടെ കയറിയിട്ട്. രാവിലത്തെ ബസ്സായതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി സർവീസ് നടത്തുന്ന പോലെ വേറൊരൊറ്റ മനുഷ്യരില്ല. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്കുള്ള വഴിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട്. ഇതാണ് നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള ഇതിൽ നമുക്ക് ആകെ മടി തോന്നുന്നൊരു കാര്യം. എത്ര യാത്ര ചെയ്താലും തീരാത്തൊരവസ്ഥയില്ലേ. ബസ്സിലിരുന്നാലും കുറേ ടൈം പോവും, നടക്കാനും കുറേ ഉണ്ട്. അങ്ങനെ അത്രയും ഒരു ലൊക്കേഷനിലാണ് എൻ്റെ വീടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ രാവിലെ റോഡിൽ കൂടെയൊക്കെ നടന്നു. പക്ഷെ ഇതൊക്കെ കണ്ട് നടക്കാനൊക്കെ നല്ല രസമാണ്, നല്ല സ്ഥലമാണ് കേട്ടോ. അങ്ങനെ അവസാനം ഒരു 4-4.5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. അവൾ ഇതിന് മുന്നേ ഒരു തവണ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ അത് കഴിഞ്ഞതിന് മുന്നത്തെ പെരുന്നാളിനാണ് ഞാൻ വീട്ടിലേക്ക് പോയത്. അങ്ങനെ വീടെത്തി. പിന്നെ മൗഗ്ലി നമ്മളെ അവിടെ കാത്തിരിപ്പുണ്ട്. ഇനി വേറെ വിശേഷങ്ങളൊന്നും പറയാൻ ടൈമില്ല. കാരണം നമുക്കിനി ഉറങ്ങണം. ഇന്നലത്തെ ഉറക്കം മൊത്തം ഇന്ന് തീർക്കണം. ബാക്കി നമുക്ക് അടുത്ത വീഡിയോ കാണാം.